എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി തോമസ് ചാണ്ടിയുടെ ഭൂമി ഇടപാടിൽ നിയമലംഘനമുണ്ടെങ്കിൽ നടപടിയെന്ന് റവന്യൂ മന്ത്രി. പരാതികളിൽ വിജിലൻസിന് നാളെ നിയമോപദേശം കിട്ടും. കേസെടുക്കാൻ നിയമ തടസ്സമെന്ന് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആലപ്പുഴയിലെ ഓഫീസിന് നേരെ ആക്രമണം. VM രാധാകൃഷ്ണന്റെ 23 കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. പിടിച്ചെടുത്തത് മലബാർ സിമന്റ്സ് അഴിമതി പണം കൊണ്ട് വാങ്ങിക്കൂട്ടിയ സ്വത്ത്. രാധാകൃഷ്ണൻ പണം നിക്ഷേപിച്ചത് 3 ജില്ലകളിലായി. റോഹിംഗ്യൻ അഭയാർത്ഥികളുടേത് മനുഷ്യാവകാശ പ്രശ്നമല്ലെന്ന് രാജ്നാഥ് സിംഗ്. അനധികൃത കുടിയേറ്റക്കാരെ തിരികെ അയക്കണം. റോഹിംഗ്യകളും മനുഷ്യരാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും. വേങ്ങരയിൽ ജനചന്ദ്രൻ NDA സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ ലീഗിന് കനത്ത തിരിച്ചടിയേൽക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വേങ്ങരയിലെ വിവിപാറ്റ് സീറ്റുകൾ പൂർണ്ണമായും എണ്ണണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. രാഷ്ട്രീയ പ്രവേശന വാർത്തകൾക്കിടെ കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി കമൽഹാസൻ. ചർച്ചകൾ തുടരുമെന്ന് കമൽഹാസനും കെജ്രിവാളും. നരേന്ദ്രമോദിയുടേത് പരാജയപ്പെട്ട സർക്കാരെന്ന് രാഹുൽ ഗാന്ധി. എഡിറ്റേഴ്സ് അവർ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. ഇസ്ലാം മതം സ്വീകരിച്ച് ആയിഷ എന്ന് പേര് മാറ്റിയ കാസർഗോഡ് സ്വദേശിനി ആതിര വീണ്ടും ഹിന്ദു മതം സ്വീകരിച്ചു. തന്നെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് പരിവർത്തനം ചെയ്യിക്കുകയായിരുന്നുവെന്നാണ് ആതിരയുടെ ആരോപണം. സഹപാഠികളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ ഇസ്ലാം മതത്തിലെത്തിയതെന്നും ആതിര പറയുന്നു. വർഗീയമായ ഗാഗ്വ വിളികൾക്ക് അവസരമൊരുക്കാനല്ല, മറിച്ച് ബഹുസ്വരമായ നമ്മുടെ സമൂഹത്തിൽ പോറലുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ, സാമൂഹ്യ ബന്ധങ്ങളെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ മതപരമായി ചേരിതിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലും രഹസ്യ ഗ്രൂപ്പുകളിലും നടക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനാണ് ഈ ചർച്ച. ഈ ചർച്ചയിൽ ആതിര എന്ന പെൺകുട്ടി ആദ്യം ചർച്ചയിൽ പങ്കെടുക്കുന്നു. രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ ബ്രഹ്മചാരി ഭാർഗവറാം, അഡ്വക്കേറ്റ് റസാഖ് പാലേരി തുടങ്ങിയ ആളുകളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ടി മുഹമ്മദ് വേളത്തെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ആതിര, കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതത്തിലേക്ക് മാറിയതാണോ? അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതത്തിലേക്ക് മാറിയതാണെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് പോകുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നത്? അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മതം ശരിയാണെന്നുള്ള ബാക്കിയുള്ളവരുടെ ഇതിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. സത്യത്തില് ഞാൻ അതിലെ പ്രമാണങ്ങൾ തന്നെ, ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെ യുക്തിപൂർവ്വം വായിച്ച സമയത്താണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇതല്ല സത്യം എന്നുള്ളത്. അപ്പോ ഇതല്ല സത്യം എന്നുണ്ടെങ്കിൽ ഒരു സത്യം വേണമല്ലോ. അങ്ങനെയാണ് എന്റെ സ്വന്തം ധർമ്മത്തെ കുറിച്ച് പഠിക്കാനിടയായത്. അപ്പോൾ അതിലേക്ക് ദൈവസങ്കല്പവും കാഴ്ചപ്പാടും ഒക്കെ എന്റെ ഒരു മനുഷ്യന്റെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ്. അതായത് ലോകത്തെ മുഴുവനും നന്മയിലേക്ക് നയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആതിരെ ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റിയതാണോ? ഇസ്ലാം ആക്കിയത് നിർബന്ധിച്ചാണോ? അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ, അതായത് ഡയറക്റ്റ് നിർബന്ധിച്ചിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്കിപ്പോ തോന്നുന്നു നിർബന്ധിതമായിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് തന്നെയാണ് എനിക്കിപ്പോ ബോധ്യപ്പെടുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ള ഇടപെടലുകളൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്നെ അങ്ങനെ ഓരോ വീട്ടിൽ മാറി മാറി നിർത്തേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ അല്ല, അത് ആതിര ആവശ്യപ്പെട്ടതനുസരിച്ചല്ലേ ആളുകൾ സഹായിച്ചത്? ഞാൻ ആവശ്യപ്പെട്ടിരുന്ന ലീഗലി മതം മാറണം, അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെങ്കിൽ ഇത് എന്നെ 17 ദിവസം ഞാൻ മിസ്സിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു സമയത്ത് എന്നെ 3-4 വീടുകളിൽ ഇങ്ങനെ മാറി മാറി താമസിക്കുക, പെട്ടെന്ന് ദൂരം കൊണ്ടുപോവുക, അത്തരം ഒരു ഇത് എന്നെ അതൊക്കെ ചെയ്യുന്ന കാരണം അതെ, ആതിര ഇപ്പോൾ 23 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ഒരു സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ മാറി മാറി വീടുകളിൽ താമസിപ്പിച്ചതും കൊണ്ടുപോയതും ഒക്കെ ആരാണ്? അതില് ഇടപെട്ടത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. ആതിര ജൂൺ മാസത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന്. അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. എന്നോട് പെട്ടെന്ന് പറഞ്ഞു ഏഷ്യാനെറ്റിന് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കണം, അതിൽ ഇതേപോലെ കാര്യങ്ങളൊക്കെ പറയണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ആതിര ഒരു നിർബന്ധത്തിന് വഴങ്ങി സംസാരിക്കുന്നത് പോലെ ആയിരുന്നില്ല, മറിച്ച് നല്ല ശരീരഭാഷയായിരുന്നു. എന്ന് മാത്രമല്ല, കോടതി അന്ന് ഉത്തരവിട്ടത് ആതിരയുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ഇഷ്ടപ്രകാരമുള്ള മതം സ്വീകരിച്ച് വീട്ടിൽ താമസിക്കാനാണ് കോടതി അനുവദിച്ചതും. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് മതം കൂടുതൽ പഠിക്കാൻ ഒരു തോന്നലുണ്ടാവുകയും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത്? ഹിന്ദുമതം പഠിക്കുക എന്നുള്ളൊരു തീരുമാനം സ്വയം എടുത്തതാണോ അതോ ആരെങ്കിലും നിർബന്ധിച്ചെടുപ്പിച്ചതാണോ? ആരും നിർബന്ധിച്ചിട്ടില്ല, സ്വയം എടുത്തതാണ്. കാരണം കോടതിയിൽ നിന്ന് വീട്ടിൽ പോയ സമയത്ത് എന്നോട് അച്ഛൻ പറയുകയുണ്ടായി, നീ ഒരു മതം തന്നെ പഠിക്കണ്ട, എല്ലാ മതത്തെ കുറിച്ചും നീ പഠിക്കണം.
ആ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു എല്ലാ മതത്തെക്കുറിച്ചും പഠിച്ചു കളയാന്നുള്ള കാര്യം. അപ്പോ എന്നിട്ടാണ് ഇതേക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സ്ഥാപനം ആവശ്യമാണ്. അപ്പോ അച്ഛൻ ഹിന്ദു ഹെൽപ്പ് ലൈൻ വഴി എറണാകുളത്ത് ഒരു സ്ഥാപനമുണ്ട്, ആശ വിദ്യാ സമാജം എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അങ്ങനെ അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കാനിടയായി. സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ ആർഷ വിദ്യാപീഠത്തിൽ പോയത്, ആർഷ വിദ്യാ സമാജത്തിൽ പോയത്? ഹൈക്കോടതിന് വീട്ടിൽ എത്തിയ സമയം അതിന് ശേഷമാണ് പോയത്. അല്ല, ഞാൻ ചോദിച്ചത് സ്വന്തം ഇഷ്ടത്തിനാണോ പോയതെന്നാണ്. സ്വന്തം ഇഷ്ടത്തിന്. ഞാൻ തന്നെ എന്റെ പാരന്റ്സിനോട് പറഞ്ഞത് എനിക്ക് എല്ലാ മതത്തെ കുറിച്ചുള്ള അറിയണം. അപ്പോ എനിക്ക് താരതമ്യ പഠനം എനിക്ക് നടത്തണം, ഏതാണ് ശരിയെന്ന് എനിക്ക് ശരിക്കും കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് പിന്നെ ഈ സ്ഥാപനമായിട്ട് കോണ്ടാക്ട്. അതായത് ആതിര കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് പോയത് അച്ഛനമ്മമാരെ കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ആ ലക്ഷ്യം മാറിയത്? ലക്ഷ്യം അതായത് ഇങ്ങനെ ഒരു നിർദ്ദേശം അച്ഛൻ വെച്ചപ്പോ പിന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെങ്കിൽ ഇവിടെ ഈ ആർഷവിദ്യാ സമാജത്തിലേക്ക് ഞാൻ പോയപ്പോ പിന്നെ ഞാൻ വിശ്വസിച്ച എന്റെ വിശ്വാസ ഗ്രന്ഥം തന്നെ എന്നോട് മുന്നിൽ വെച്ചുകൊണ്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു. അതായത് യുക്തിപൂർവ്വം ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ഈ സത്യം ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു ചതിയിലാണ് പെട്ടുപോയത്. അതായത് ഈ തെറ്റായ ആശയമാണ് ഞാൻ വിശ്വസിച്ചത്. അല്ല, അപ്പോ ആദ്യം ഈ മുസ്ലിം മതഗ്രന്ഥങ്ങളും വായിച്ചിരിക്കുമല്ലോ മതം മാറുന്നതിന് മുൻപ്? വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് മതം മാറിയതല്ലേ? അർത്ഥം അറിഞ്ഞുകൊണ്ടല്ല ഞാൻ വായിച്ചത്. അതായത് ഇപ്പോ അർത്ഥം അറിഞ്ഞുകൊണ്ട് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. പക്ഷെ അർത്ഥം അറിയാണ്ട് വായിക്കുമ്പോൾ അറബി ഭാഷയിൽ അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അതായത് അറബി മലയാളം. അപ്പോ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിന്റെ സന്ദർഭമൊക്കെ പിന്നെ വെച്ചുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ആർഷ വിദ്യാ സമാജത്തിലെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ പഠനം നിർബന്ധിതമായി എന്തെങ്കിലും പഠിപ്പിക്കുന്ന വിധത്തിലായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ അതിനോട് അവര് നിർബന്ധിച്ചിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു നിന്റെ വിശ്വാസ പ്രമാണം ഏതാണോ അത് തന്നെ നീ ഒന്ന് എടുത്ത് വായിക്കുക. അങ്ങനെ എന്നോട് തന്നെ അവര് വായിക്കാൻ പറയുകയാണ് ഉണ്ടായിരുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം വായിച്ചതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം വായിച്ചതാണ്. യുക്തിപൂർവ്വം വായിച്ചപ്പോൾ എനിക്ക് സത്യം ബോധ്യപ്പെട്ടു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ കോടതി വീട്ടിലേക്ക് വിട്ട ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എല്ലാവരും കുറ്റപ്പെടുത്തുക, അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തുക, അച്ഛനും അമ്മയും കരയുക, വലിയ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെയാണോ പിന്നെ ഈ എറണാകുളത്തേക്ക് വരുന്നത്, ഈ ആർഷ ഭാരത വിദ്യാ സമാജത്തിലേക്ക് വരുന്നത്? വീട്ടിൽ പോയ സമയത്തും നാട്ടുകാരൊക്കെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് നീ എല്ലാ മതത്തെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ പഠിക്കാം. അങ്ങനെ ഹിന്ദു ഹെൽപ്പ് ലൈൻ വഴി ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുകയും. ഈ ഹിന്ദു ഹെൽപ്പ് ലൈനെ എങ്ങനെയാണ് അറിയുക? അത് അച്ഛന്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെ അറിയുന്നതാണ്. അങ്ങനെ അവർ ഹിന്ദു ഹെൽപ്പ് ലൈൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തതാണല്ലേ? അത് എനിക്ക് അറിയത്തില്ല. ഹിന്ദു ഹെൽപ്പ് ലൈൻ വഴിയാണ് എറണാകുളത്തേക്ക് വന്നത്. പിന്നെ ആദ്യം വീട്ടിലേക്ക് 2 ടീച്ചേഴ്സ് എന്നോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നോട് ഈ ഇസ്ലാമിക പ്രമാണം ഗ്രന്ഥം തന്നെ എന്നോട് പിന്നെ തുറന്നു വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് വായിപ്പിക്കുകയും ഇനി യുക്തിപൂർവ്വം വായിക്കുമെന്ന് പറഞ്ഞപ്പം തന്നെ മുമ്പ് വായിച്ചൊരു ഫീലല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ നേരിട്ട് പോയിട്ട് പഠിക്കണമെന്ന് ഞാൻ അച്ഛനോട് പറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആർഷവിദ്യാ സമാജത്തിലേക്ക് ഞാൻ പോകുന്നത്. ആതിര മതം മാറി ആയ സമയത്ത് ഒത്തിരി കഥകളുണ്ടായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അതിൽ പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയെ തീവ്രവാദ റിക്രൂട്ട്മെന്റിനായി മതം മാറ്റിയതാണ് എന്നൊക്കെയാണ്. അങ്ങനെ ആരെങ്കിലും കുട്ടിയോട് തീവ്രവാദിയാകാൻ ആവശ്യപ്പെട്ടിരുന്നോ? അത്തരത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും സംഘടനയിൽ ചേരാൻ ആവശ്യപ്പെട്ടിരുന്നോ? സംഘടനയിൽ ചേരാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഗതി അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ലവ് ജിഹാദ്. ഏതെങ്കിലും പ്രണയാഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത്തരത്തിൽ അഭ്യർത്ഥനകളോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഞങ്ങൾക്ക് അഫെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പൊ വിവാഹം കഴിക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ. കോടതിന് ഭർത്താവിന്റെ ഒപ്പം പോകണമെന്ന് പറഞ്ഞാല് കോടതി ഭർത്താവിന്റെ കൂടെ വിടും. അങ്ങനെ ഉണ്ടായിരുന്ന എളുപ്പമായേനെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു?
ഈ എന്നെ കൊണ്ടുപോയവർ തന്നെയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചവര് വിവാഹം അതായത് അവർ ഇന്ന ആളെ കല്യാണം കഴിക്കാനൊന്നും പറഞ്ഞില്ല അല്ലേ? അത്തരത്തിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോ മറ്റ് ചില പെൺകുട്ടികളെ കൂടി ഇതേ സംഘടന തന്നെ മതം മാറ്റിയതായി ആരോപണമുണ്ട്. ഇസ്ലാമായ മറ്റേതെങ്കിലും പെൺകുട്ടികൾ, അതായത് ഇങ്ങനെ മതപരിവർത്തനം നടത്തിയിട്ടുള്ള മറ്റേതെങ്കിലും പെൺകുട്ടികളെ പരിചയമുണ്ടോ? ഒരു കുട്ടിയുടെ പരിചയമുണ്ട്. അതായത് ഞാൻ ഈ ഇസ്ലാമിൽ വിശ്വസിച്ച സമയത്ത് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ, ഹിദായത്ത് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലൊരു കൊല്ലം സ്വദേശി അഖില എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇതാന്നാണ് പേര് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അവള് എന്നോട് കൂടുതൽ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ പേഴ്സണലി ചാറ്റ് ചെയ്യുമായിരുന്നു. അവള് പിന്നെ വീട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്തിട്ടുണ്ട് 2-3 തവണ. അപ്പൊ അതെന്തിനാണ് വീട്ടിൽ വന്ന് താമസിച്ചത്? അത് പിന്നെ എന്നോട് കൂടുതൽ അടുപ്പായിരുന്നു. അതായത് കുറെ ഇഷ്ടങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കും. അപ്പൊ വീട്ടിൽ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ ഓക്കെ, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ വരികയും പിന്നെ ഇസ്ലാമിക കാര്യങ്ങളാണ് കൂടുതൽ എന്നോട് സംസാരിക്കുകയും ചെയ്യാറുള്ളത്. അങ്ങനെ പിന്നെ അവള് എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ ഇസ്ലാം മതം പഠിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ അവൾക്കൊരു മുസ്ലിം പയ്യനായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവളുടെ പെരുമാറ്റം നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഇവള് ഈ പയ്യന് വേണ്ടിയിട്ടാ ഇസ്ലാം മതം സ്വീകരിച്ചതെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് എന്ത് ഗ്രൂപ്പാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പാണോ? പക്ഷെങ്കിൽ അവൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം പിന്നെ ആ അഫെയർ ബ്രേക്കപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഈ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ, അത് എന്ത് ഗ്രൂപ്പാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പാണോ ഫേസ്ബുക്ക് ഗ്രൂപ്പാണോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്താണ്? ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ മതം മാറിയിട്ടുള്ള ആളുകൾ മാത്രമാണോ? അതെ അതെ. എത്ര പേരുണ്ടായിരുന്നു അതിലൊരു 6-7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിലെ ചർച്ച എന്താണ്? ചർച്ച ഇസ്ലാമിക കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യാറ്. അതിന്റെ അഡ്മിനായിട്ട് ഈ മതം മാറിയിട്ടുള്ള പെൺകുട്ടികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല? അതിലേക്ക് പിന്നെ എന്നെ ആഡ് ചെയ്തത് ഒരു ഉസ്താദാണ് ആഡ് ചെയ്തത്, ആസിഫ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ മതം മാറിയ കുട്ടികൾ ആണ് ഉണ്ടായിരുന്നത്. എന്നെ ആഡ് ചെയ്തിട്ട് പിന്നെ ഉസ്താദ് ലെഫ്റ്റ് ആയിട്ട് പോവാ ചെയ്തത്. ഓക്കെ. ഈ ഉസ്താദ് അല്ലെങ്കിൽ ഈ സഹായിച്ച ആളുകൾ ഇവരൊക്കെ ഏതെങ്കിലും പ്രത്യേക സംഘടനയുടെ പ്രവർത്തകരാണോ, അതോ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് മതം മാറണമെന്ന് തോന്നി അതുകൊണ്ട് ആ പെൺകുട്ടിയെ സഹായിക്കാമെന്ന് കരുതിയിട്ടുള്ള ആളുകളാണോ? ഉസ്താദ് ഈ പോപ്പുലർ ഫ്രണ്ട് അത്തരം സംഘടനയുള്ളതല്ല. പിന്നെ വേറെ സംഘടന ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അതായത് ആതിര കൂട്ടുകാരികളുടെ മതം കണ്ട് ആ മതത്തെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കൂട്ടുകാരികൾക്കറിയാം ആതിരയ്ക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ താല്പര്യമുണ്ട് എന്ന്. അതനുസരിച്ച് ആതിരയ്ക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായതുകൊണ്ട് മറ്റുള്ള ആളുകൾ സഹായിച്ചു, അങ്ങനെയാണോ? അതായത് തന്നെ താല്പര്യം വരാൻ തന്നെ കാരണം എല്ലാവരിൽ നിന്നുള്ള ഒരു പിന്നെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടാണ്. എനിക്ക് ഇങ്ങനെയാണ് ഇസ്ലാം, ഇതാണ് ശരി, പിന്നെ ഇതിൽ വിശ്വസിക്കുന്നത് നരകത്തിലാണ്, അങ്ങനെയുള്ള ഒരു തെറ്റായ ആശയങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. അത് പ്രകാരമാണ് ഞാൻ അതിൽ വിശ്വസിച്ചത്. യുക്തിപൂർവ്വം ഞാൻ ശരിക്കും അത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല ശരി, ഇപ്പോൾ പഠിച്ചോ? ഇപ്പൊ അത് ശരിയായ അർത്ഥത്തോടു കൂടി വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് സത്യമല്ല, ഇതിലൊരു യുക്തി നിറഞ്ഞിട്ടില്ല, അതായത് സത്യമല്ല ഇതെന്ന് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. ഇനിയിപ്പോ എന്താണ് പ്ലാൻ? ഇപ്പോൾ എറണാകുളത്താണ് ഉള്ളത് അല്ലേ? അതിനുശേഷം നാട്ടിൽ പോയി ഹിന്ദു മത ആചാരപ്രകാരം തുടർന്നുള്ള ജീവിതം ജീവിക്കുക, അങ്ങനെയാണോ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ ആലോചന വെച്ചാൽ എന്റെ സ്വന്തം ധർമ്മത്തിലുള്ള അജ്ഞതയാണ് എനിക്ക് മറ്റുള്ള മതങ്ങളെ ആകർഷിച്ച് അതിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. ഇനി എനിക്ക് സ്വന്തം ധർമ്മത്തെ കുറിച്ച് കൂടുതൽ പഠിക്കണം. അതുപോലെ ഇതുപോലെ തെറ്റിദ്ധരിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ പിന്നെ അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നിങ്ങളൊരു പിന്നെ വേറൊരു മതത്തെ തേടി പോകുമ്പോൾ അതിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ യുക്തിപൂർവ്വം വായിക്കുക. എന്നിട്ട് മാത്രമേ അത് ശരിയാണോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് അത് തിരഞ്ഞെടുക്കാം. ശരി, അല്പസമയം കൂടി ആതിര ടെലിഫോണിൽ ഒന്ന് ഹോൾഡ് ചെയ്യണം ദയവായി. നമ്മളെ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോവുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച പെൺകുട്ടി ആദ്യം ഒരു മതം സ്വീകരിച്ചു. അത് ഈ റിലീജിയസ് ടെക്സ്റ്റുകളൊക്കെ വായിച്ചതിന് ശേഷമാണ്. നിർബന്ധിച്ചിട്ടല്ല, നേരിട്ടാരും നിർബന്ധിച്ചിട്ടില്ല എന്ന പെൺകുട്ടി തന്നെ പറയുന്നു. അതിനുശേഷം പിന്നെയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ
ആ ധർമ്മമല്ല ഈ ധർമ്മമാണ് ശരിയെന്ന് ആ കുട്ടിക്ക് തോന്നുന്നു. ആ കുട്ടി വീണ്ടും മതം മാറുകയാണ്, നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന മതത്തിലേക്ക് മാറുകയാണ്. ഇതിൽ അസാധാരണമായി കുറേ കാര്യങ്ങളുണ്ട്. മതം എന്നുള്ളത് വ്യക്തിപരമായ ഒരാൾ തീരുമാനിക്കേണ്ട ഒരാളുടെ സ്വയം നിർണയാവകാശത്തിൻ്റെ ഭാഗമാണ്. അതിൽ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ തന്നെ അവകാശമില്ല. പക്ഷേ ഇവിടെ കേരളത്തിലെ നമ്മുടെ സമൂഹം അങ്ങേയറ്റം രണ്ട് വിഭാഗമായി മാറിപ്പോകുന്ന വിധത്തിൽ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ? തീർച്ചയായും അഭിലാഷ് ആ പറഞ്ഞ കാര്യത്തോട് യോജിപ്പാണ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, റിപ്പോർട്ടറിന് അഭിലാഷിന് ഇത്തരം സെൻസിറ്റീവായ ഒരു വിഷയം ആ കുട്ടിയുടെ വേർഷൻ അടക്കം കൊടുക്കാൻ കഴിഞ്ഞതിൽ അഭിനന്ദനം അർഹിക്കുന്നു. അതിനൊരു വളരെ നിഷ്പക്ഷ ധാർമ്മിക മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു അഭിവാദ്യം നേരുന്നു. രണ്ടാമത്തെ വിഷയം, ഈ മതത്തിന്റെ പേരിൽ നമ്മുടെ നാടിനെ അടികൂടിക്കരുത് എന്നുള്ളതാണ് അടിസ്ഥാന പോയിന്റ്. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാം ദൈവത്തിലേക്കുള്ള പാതകളാണ് എന്ന് ലോക മതമഹാസമ്മേളനത്തിൽ പറഞ്ഞ വിവേകാനന്ദൻ ജനിച്ച, ഗാന്ധിജി ജനിച്ച നാടാണിത്. ഇത് വ്യത്യസ്ത പാതകളാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. സത്യം ഒന്നാണ്, പരബ്രഹ്മം ഒന്നാണെങ്കിലും വേറെ വേറെ വഴികൾ ഇതിലേക്കുണ്ട് എന്നുള്ളൊരു സമീപനവും നിലപാടും ഇന്ത്യയാണ് ലോകത്തെ പഠിപ്പിച്ചത്. ആ സമീപനം ആവശ്യമാണ്. ഇവിടെ സംഭവിക്കുന്നത് നിർബന്ധിത രീതിയിൽ ഇൻഡിറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്തി, പ്രലോഭനം ചെലുത്തി ഇത്തരം മതപരിവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള സത്യമാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ മഹാത്മാഗാന്ധി തന്നെ പറയുന്നു, കാശ് കൊടുത്ത് ഹരിലാൽ അബ്ദുള്ള ഗാന്ധി ആക്കി മാറ്റിയ ഒരു ചരിത്രം നമ്മുടെ ഇതിലുണ്ട്. ഇത് സൈക്കോളജിക്കൽ കോയേഷൻ ടെക്നിക്സ് ആണ്. പല രീതികളിൽ ഇത് വരും. ഈ കാര്യങ്ങൾ ഒന്നും ഇല്ലാതാക്കാനാണ് നമുക്കൊരു ആന്റി ഫോഴ്സ്ഡ് കൺവേർഷൻ ലോ വേണം. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം. അത് കേരള ഹൈക്കോടതി ഒരിക്കൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ്. ജസ്റ്റിസ് കെ ടി ശങ്കരൻ അതിനുശേഷമുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതുണ്ട്. ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഇല്ലെങ്കിൽ മതത്തിന്റെ പേര് നമ്മൾ എന്നും അടികൂടി നിൽക്കും. ഈ നാട്ടിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതനായിരുന്നത് ഭാരതരത്ന മൗലാന അബുൽ കലാം ആസാദാണ്. അബുൽ കലാം ആസാദ് ആരെങ്കിലും ഒരാളെങ്കിലും മതം മാറ്റിയായിട്ട് നമുക്കറിയാമോ? എന്നാൽ ഏറ്റവും വലിയ രാജസ്നേഹിയായിരുന്നു. പരമവീർ ചക്ര അബ്ദുൽ ഹമീദോ ഡോക്ടർ APJ അബ്ദുൽ കലാം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇതൊരു അവസരമാക്കി എടുത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം അഥവാ ഇസ്ലാമിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശരി, അതാണ് താങ്കളുടെ ആരോപണം. ഞാൻ അതിലേക്ക് മടങ്ങിയെത്താം. ശ്രീ രാഹുൽ ഈശ്വർ ദയവായി തുടരുക. ഷിറ്റി മുഹമ്മദ് വേളം, ഒരു വ്യക്തി അയാളുടെ മതം തെരഞ്ഞെടുക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം അത് അനുവദിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം നിർണയാവകാശം എന്നുള്ള കാര്യം ഉപയോഗിച്ച് ഒരു വ്യക്തി ഒരു മതം സ്വീകരിച്ചതായി തോന്നുന്നില്ല. കാരണം ഇവിടെ ആ കുട്ടി സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നു ഇതിൽ ആസൂത്രിതമായ ചില കാര്യങ്ങളുണ്ട് എന്ന്. മതം മാറ്റപ്പെട്ട ആളുകളുടെ ഗ്രൂപ്പും അതിൽ നടന്നിട്ടുള്ള ചർച്ചകളും ആ പെൺകുട്ടി ഈ ചർച്ചയ്ക്കിടയിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഒരാൾക്ക് ഒരു മതം തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതാകട്ടെ എന്നുള്ളതിനപ്പുറത്ത് മതം മാറാനും മതം മാറ്റാനും ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ സ്വാഗതം ചെയ്തു. തീർച്ചയായും ആതിരക്ക് ഇസ്ലാം സ്വീകരിക്കാൻ അവകാശമുണ്ട്, അത് ഉപേക്ഷിക്കാനും അവകാശമുണ്ട്. നാളെ അവൾക്ക് മറ്റേതെങ്കിലും മതം, ആ സഹോദരി ഇപ്പോൾ പറയുന്ന ആർഷ സംസ്കാരമോ ധർമ്മമോ അല്ലാത്ത ക്രിസ്തുമതമോ ബുദ്ധമതമോ എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് തോന്നിയാൽ അവർക്കത് സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മതം ഉപേക്ഷിക്കണമെന്ന് തോന്നിയാൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇനി അവൾക്ക് വീണ്ടും ഇസ്ലാം തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയാൽ അതിനും സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെല്ലാം നമ്മൾ ആദരിക്കുകയാണ് ചെയ്യേണ്ടത്. സന്ദീപിവിടെ ചോദിച്ച ഇന്ത്യയിൽ മതം വിശ്വസിക്കാനും അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട്. ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വ്യവഹാരങ്ങളുടെ ചർച്ചകളുടെ ഒരു പൊതു ദൗർബല്യം മതപ്രവർത്തനം നടത്തുക, മതം മാറുക, മതം മാറ്റുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ചീത്തയായ കാര്യമാണ് എന്ന ഒരു പൊതുബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സവർണ വംശീയ ബോധമാണ്. വംശീയതയിൽ ഇവിടെ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം വംശീയതയാണ്. വംശീയതയുടെ ഏറ്റവും വലിയ വിഷയം ഓരോ വംശത്തെയും വംശമായി തന്നെ നിലനിർത്തുക. വംശങ്ങൾക്കിടയിൽ മാറൽ സാധ്യമല്ല. മതം മാറ്റം സ്വാഭാവികമായും വംശങ്ങൾക്കിടയിലെ കലർപ്പുകൾക്ക് കാരണമായി തീരും. മതം മാറ്റത്തിനെതിരെ ഇവിടെ സംഘപരിവാർ ഉയർത്തിയ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ഗർവാപ്പസി എന്നാണ്. വീട്ടിലേക്ക് മടങ്ങുക. വീട് എന്ന് പറയുന്നത് ഒരാളുടെ വംശത്തിൻ്റെ മെറ്റഫറാണ്. അപ്പോൾ ദളിതൻ ദളിതാവസ്ഥയിലേക്ക്, ബ്രാഹ്മണൻ ബ്രാഹ്മണാവസ്ഥയിലേക്ക്,
വംശത്തിന്റെ വേരുകളിലേക്ക് മടങ്ങുക എന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഒരു സാംസ്കാരിക വളർച്ച എന്ന് പറയുന്നത് വംശങ്ങളിൽ നിന്ന് ആദർശത്തിലേക്കുള്ള വളർച്ചയാണ്. ആതിരയുടെ ഇപ്പോഴത്തെ അവരുന്നയിക്കുന്ന ഒരുപാട് ഡിബേറ്റുകളെ ഞാൻ വളരെ താല്പര്യത്തോടു കൂടിയാണ് കേൾക്കുന്നത്. അവർ തിയോളജിയിൽ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അത് ശരിയോ തെറ്റോ, നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ അത് വേറെ കാര്യമാണ്. ഇസ്ലാമിനെ കുറിച്ച് വളരെ പല ആർഗ്യുമെന്റുകളും അവർ ഉന്നയിക്കുന്നു. നമുക്കതിനോട് യോജിക്കുകയും വിയോജിക്കുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെയാണൊരു സമൂഹം മുന്നോട്ട് പോകേണ്ടത്. ഇതെല്ലാം അപകടകരമാണ് എന്ന് ഹിന്ദു പക്ഷത്തു നിന്നോ മുസ്ലിം പക്ഷത്തു നിന്നോ സെക്കുലർ പക്ഷത്തു നിന്നോ പറയുന്നത് മനുഷ്യരാശിയോടും മനുഷ്യരാശി നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ള സാംസ്കാരിക വികാസത്തോടും ചെയ്യുന്ന തെറ്റാണ്. ശരി, അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ശ്രീ മുഹമ്മദ് വേളം. അതിനു മുൻപ് ശ്രീ ഭാർഗവറാം, ഒന്ന്, നിർബന്ധിതമായി ആരും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഒരു മതത്തിൽ ചേർത്തതല്ല ആ പെൺകുട്ടിയെ. കൂട്ടുകാരുടെ മതം കണ്ട് അതിൽ ആകൃഷ്ടയായതാണ്. അതിനുള്ള സൗകര്യം കൂട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നവർ പറയുന്നുമുണ്ട്. അപ്പോഴും വലിയ ക്യാമ്പയിനൊക്കെ ആ സമയത്ത് നടന്നത് തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ആ പെൺകുട്ടി തന്നെ പറയുന്നു, ഒരു സംഘടനയിലും ചേരാൻ ഒരാളും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ മതം എന്നുള്ളത് ഒരാൾക്ക് അയാളുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാവുന്ന ഒന്നല്ലേ? ഒരു വ്യക്തി അയാളുടെ മതം തിരഞ്ഞെടുത്തത് കൊണ്ട് എന്തെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴാനുണ്ടോ? അഭിലാഷ്, തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും കാണുന്ന ഈ രീതിയിലല്ല ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഞാൻ നല്ല ഹിന്ദു സംഘടനകളെ പൊതുവായിട്ട് നോക്കിക്കാണുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ അച്യുതാനന്ദൻ 2010 ജൂലൈ 25 പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. കേരളത്തെ ഇസ്ലാമിക ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളിലൊന്നാണ് ഇത്തരത്തിലുള്ള മതപരിവർത്തനവും അതുപോലെ തന്നെ ലവ് ജിഹാദ് പോലെയുള്ള പദ്ധതികളും. ഇത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ പരിശോധിച്ചാൽ പറഞ്ഞത് ഒരു സംഘടനയെ കുറിച്ചായിരുന്നു. ആ സംഘടന ഇങ്ങനെ ഇസ്ലാമിക ഭൂരിപക്ഷമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രവർത്തികൾ ചെയ്യുന്നു എന്നായിരുന്നു. ഇത് മാത്രമല്ല, അത് പറയാനിടയായ കോണ്ടെക്സ്റ്റ് ജോസഫ് എന്ന അധ്യാപകന്റെ കൈവെട്ടിയതുമായിരുന്നു. ലവ് ജിഹാദോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആയിരുന്നില്ല. ശരി, അല്ല ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷി. ശരി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങേക്ക് കറക്റ്റ് ചെയ്യാം. ശരി 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 പറഞ്ഞോളൂ. ശരി, അപ്പോ ഈ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് ശേഷം നിരവധി കാര്യങ്ങൾ കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് സിറിയയിലേക്ക് ആളുകളെ കടത്തുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയ്ക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഇതേ സംഘടന തന്നെയാണ്, ഇതേ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഈ കേസിലും ഇടപെട്ടിരിക്കുന്നത്. സിറിയയിലേക്ക് ആളെ കടത്തിയ സംഘടനയും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഇസ്ലാം എന്ന് പറയുമ്പോൾ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയല്ല. ശ്രീമാൻ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരുപാട് ആൾക്കാർ ഇസ്ലാമിന്റെ അന്തസത്ത നല്ലതാണ് എന്ന് വിചാരിച്ച് ജീവിച്ച ഒരുപാട് ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ തയ്യാറാക്കിയ നിരവധി സ്ട്രാറ്റജികളിൽ 1-2 സ്ട്രാറ്റജി രൂപമാണ്. ഒന്ന് ലവ് ജിഹാദിന്റെയും ഒന്ന് ഇത്തരത്തിലുള്ള ഷഹീദ് ഫോഴ്സിന്റെയും ഒക്കെ പദ്ധതികളിലൂടെ നമ്മൾ കാണുന്നത്. അത്തരത്തിലെ പെൺകുട്ടികളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സ്വാധീനപ്പെടുത്തപ്പെട്ട് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിലേക്ക് എത്തിക്കപ്പെടുന്ന സത്യസരണി പോലെയുള്ള കേന്ദ്രങ്ങളിൽ എത്തിക്കപ്പെടുന്ന സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. മതപരിവർത്തനം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം മതത്തെക്കുറിച്ച് അറിഞ്ഞു പഠിച്ചു മാറുന്നതിന് ഇവിടെ ആരും ഒരു പ്രശ്നവും ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ശ്രീമാൻ അച്യുതാനന്ദൻ പറഞ്ഞ പ്രസക്തമായിട്ട് ഇന്നും കേരളത്തിന്റെ ചിന്തിക്കുന്ന സമൂഹത്തിന്റെ മനസ്സുകളിൽ മുഴങ്ങുന്നത് ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്രയും കാലമായിട്ട് ഈ പ്രവർത്തനം നിർത്തിയിട്ടില്ല. അതിന് ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾ ഒത്താശ ചെയ്യുന്ന രീതിയിലാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നും ഇവിടെയുള്ള ഭരണകക്ഷി സംവിധാനങ്ങളിലും പ്രതിപക്ഷ സംവിധാനങ്ങളിലും ഇത്തരത്തിലുള്ള സംഘടനാ സ്വരൂപങ്ങൾക്ക് ആൾക്കാരുണ്ട്, സംരക്ഷകരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ജുഡീഷ്യറിയിൽ പോലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഇന്ന് എനിക്ക് മനസ്സിലായത്. തിരുവനന്തപുരത്ത് ഇന്ന് ഇതുപോലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് അതൊക്കെ താങ്കളുടെ മാത്രം ആരോപണങ്ങളാണ്, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ശ്രീ ഭാർഗവറാം, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ജഹാംഗീർ, ഒരു വ്യക്തിക്ക് അയാളുടെ മതം തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യക്തി അയാളുടെ മതം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തുള്ള മാനങ്ങൾ കേരളത്തിൽ ഈ നടക്കുന്ന സംഭവങ്ങൾക്കില്ലേ? കാരണം ആസൂത്രിതമായ ഒരു മതം മാറ്റ സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ സംസാരിച്ച ആതിരയുടെ വാക്കുകളും.
അങ്ങനെ ആസൂത്രിതമായ ഒരു സംവിധാനത്തിലൂടെ മാറ്റപ്പെടേണ്ട ഒന്നാണോ മതം? ഇന്ത്യൻ ഭരണഘടന അതിന്റെ പൗരന്മാരെ സംബന്ധിച്ച് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ, ഇഷ്ടമുള്ള മതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിലെ മാതാപിതാക്കൾക്കാണ് ജനിച്ചതെങ്കിൽ പോലും വളരെ വിശദമായിട്ടുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ട് മറ്റേതെങ്കിലും ഒരു ആശയത്തോടോ ആകർഷണം തോന്നുന്ന സമയത്ത് ആ മതത്തിലേക്ക് മാറാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് എന്നതാണ്. നേരത്തെ ഈ പാനലിൽ പങ്കെടുത്തുകൊണ്ട് ഒരാള് ചർച്ചയെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധിത മതപരിവർത്തനം എന്ന് വായിപ്പിച്ചുകൊണ്ട് അവനവന്റെ മതത്തെ പ്രചരിപ്പിക്കാനുള്ള ഭരണഘടനാ അവകാശവും ഉണ്ട് എന്നത് വസ്തുതയാണ്. ഈ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ കോൺടാക്സ്റ്റിലുള്ള വ്യക്തിയായിട്ടുള്ള ആതിര എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ നമ്മൾ സംസാരിച്ചു. വളരെ കൃത്യമായിട്ട് ആ കുട്ടി പറഞ്ഞതിനകത്ത് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ച് പഠിപ്പിച്ചതാണ് എന്ന് ശ്രദ്ധിക്കാവുന്ന രൂപത്തിലേക്കുള്ള അവരുടെ വാചകങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതൊക്കെ പല വസ്തുതകൾ നിലനിൽക്കെ തന്നെ ഒരു കാര്യം ഇവിടെ ആദ്യമായിട്ട് ശ്രീമാൻ രാഹുൽ ഈശ്വരോട് യോജിക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന LDF എന്ന് പറയുന്ന അല്ലെങ്കിൽ സുഡാപ്പി എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സംഘടന വളരെ ആസൂത്രിതമായിട്ട് ഇസ്ലാം മതത്തിലേക്ക് അമുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള പെൺകുട്ടികളെ പ്രത്യേകിച്ച് വിശേഷിച്ച് അതിന് ലവ് ജിഹാദികളൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്നത് അല്പം അതിശയോക്തിപരമായിരിക്കുമെങ്കിൽ പോലും മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നത് വസ്തുതാപരമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പുറത്തും ഇതുപോലെ തന്നെ ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്നൊക്കെ ഏതെങ്കിലും ഹിന്ദുവിനെ അവരുടെ ജീവിതത്തിന്റെ തന്നെ വൈതരണികളോ കഷ്ടപ്പാടുകളോ പ്രതിസന്ധികളോ സഹായിക്കുക എന്നുള്ളതല്ല. വളരെ കൃത്യമായിട്ട് ഹൈന്ദവ മതത്തിലേക്ക്, ഹൈന്ദവ മതമാണ് എന്നുള്ളത് പോലും വിയോജിപ്പുള്ളതാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഇത്തരം സംഭാഷണങ്ങളിലേക്കുള്ള പദപ്രയോഗം എന്നുള്ളത് കൊണ്ട് ഹൈന്ദവ മതത്തിലേക്ക് ഈ പറയുന്ന ഹിന്ദു പെൺകുട്ടികൾ അല്ലെങ്കിൽ ഹിന്ദു തീർച്ചയായും ജഹാൻ, എനിക്ക് ഒരല്പം കൂടി ശബ്ദ വ്യക്തത ആവശ്യമുണ്ട്. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോൾ ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടു. ആ പെൺകുട്ടിയുടെ അവകാശമാണ് ഇസ്ലാം മതത്തിലേക്ക് മാറുക എന്നുള്ളതും അതിനുശേഷം ഹിന്ദു മതത്തിലേക്ക് മാറുക എന്നുള്ളതും ഇഷ്ടമുള്ള മതം പഠിക്കുക എന്നുള്ളതും അവർക്ക് അവരുടെ ഫ്രീ വില്ലിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതും അവരുടെ അവകാശമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അത് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലുള്ള അവരുടെ അവകാശമാണ്. അതേമാതിരിയല്ലേ എല്ലാം? താങ്കൾ ഹാദിയ എന്ന് പറയുന്ന മതം മാറിയ ഒരു പെൺകുട്ടിയെ വീട്ടിൽ പോയി സന്ദർശിച്ച ആളാണല്ലോ. ആ പെൺകുട്ടി ഈ ആതിര പറയുന്നത് പോലെ പറയുന്നത് അവർക്ക് ഇസ്ലാമായി ജീവിക്കാനാണ് ആഗ്രഹം, അതിനെ അനുവദിക്കണമെന്നാണ്. അതിനെ അനുവദിക്കാതിരിക്കുകയും ആതിര എന്ന പെൺകുട്ടിയുടെ സ്വയം നിർണയാവകാശത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? അല്ല, ഇവിടെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ വെച്ച് നമ്മൾ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ആരാണെങ്കിലും ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ഈ കുട്ടികളെ വെച്ച് ആശയപരമായി ഒരു പൊളിറ്റിക്കൽ ബ്രൗണി പോയിന്റ് സ്കോർ ചെയ്യാൻ നോക്കുകയാണ്. ഞാൻ അഖിലാഹാദിയോട് ഒരുപാട് മണിക്കൂർ ചെലവഴിച്ചൊരു വ്യക്തിയാണ്. അഖിലാഹാദിയുടെ നിലപാടും എന്താണെന്ന് വരികയും അത് സുപ്രീം കോടതി അടക്കം പരിഗണിക്കണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. എനിക്കതിൽ കൂടുതൽ ചായ അഖിലയുടെ അച്ഛനായ അശോകന്റെയും അമ്മയായ പൊന്നമ്മയുടെയും വേർഷനോടാണ്. എന്നിരുന്നാലും അഖിലാഹാദിയ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, നമ്മുടെ സിറ്റിസൺ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അഖിലാഹാദിയുടെ നിലപാട് കേൾക്കണം. അപ്പൊ ആതിരയാണെങ്കിലും ഇനി അഖിലയാണെങ്കിലും ഹാദിയാണെങ്കിലും, ഞാൻ അതുകൊണ്ട് അഖില ഹാദിയ എന്ന് പോലും വിളിക്കുന്നത്. അതായത് ഹിന്ദുക്കൾ അഖില എന്നേ വിളിക്കുന്നുള്ളൂ, മുസ്ലിങ്ങൾ ഹാദിയ എന്നേ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് അഖില ഹാദിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മതങ്ങളുടെ പേരിൽ ഈ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പോകുമ്പോൾ അല്ലെങ്കിൽ കല്യാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ലൈംഗികത, കല്യാണം, കുട്ടികൾ, ജനസംഖ്യ, ഒരുപാട് വിഷയങ്ങൾ വരും. വളരെ ടച്ചി വിഷയമാണ്. ഇവരുടെ പേര് നമുക്ക് എന്നും അടികൂടി നിന്നാൽ മതിയോ? ഇതിനൊരു അവസാനം വേണ്ടേ? അവിടെയാണ് പറയുന്നത് ഇനി ഏത് വ്യക്തിക്ക് മതം മാറണമെങ്കിലും സുപ്രീം കോടതിയുടെ വ്യക്തമായ നിലപാടുണ്ട്. മതപ്രചരണത്തിനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. പരിവർത്തനം ചെയ്യാൻ there is no fundamental right. ഒന്ന്. രണ്ട്, ഇസ്ലാം മത അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് മതപരിവർത്തനത്തെക്കാട്ടി വലിയ വിഷയമാണ് പെന്തക്കോസ്റ്റൽ അടക്കമുള്ള എക്സ്ട്രീം ഒരു ക്രിസ്ത്യൻ ന്യൂ ഏജ് ഫണ്ടമെന്റലിസ്റ്റിലേക്കുള്ള കൺവേർഷൻ. അത്തരം വിഷയങ്ങൾ പലപ്പോഴും സംസാരിക്കാറില്ല, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും. അപ്പോൾ ഈ രീതിയിൽ ഒരു നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ഭാഗമായി ഇവർക്ക് അഫിഡവിറ്റുകൾ കൊടുക്കാനും ഡേറ്റ് അനൗൺസ് ചെയ്യാനും, ഇപ്പൊ ഉദാഹരണം ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിൽ ഇത്രയൊക്കെ BJP ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. 1078 പേരാണ് അവിടെ കൺവേർട്ട് ചെയ്തത്. അപ്പം കൊണ്ടു കൊടുക്കാൻ ഒരു സ്ഥലവും നിയമപരമായ ഒരു സ്ട്രക്ചറും വേണം. ഇത് മാത്രമാണ് അവിടുത്തെ അഭ്യർത്ഥന. ആർഷവിദ്യാ സമാജം പോലുള്ള നല്ല സംഘടനകളാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. പലപ്പോഴും ഈ ഹിന്ദു എന്ന് വിളിക്കുന്ന സമാജത്തിനുള്ളിലുള്ള കുട്ടികൾക്ക് ധാർമ്മികമായ അറിവ് കുറവാണ്, ആത്മീയമായ പഠനം കുറവാണ്. അത്തരം വിഷയങ്ങളും ഈ വിഷയത്തിലേക്ക് പ്രശ്നമായി വന്നിട്ടുണ്ട്. നമുക്ക് ബേസിക്കലി വേണ്ടത് ഒരു മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചപ്പാടാണ് വേണ്ടത്. ആർക്കാണ് തർക്കം അക്കാര്യത്തിൽ? ശ്രീ ഫക്രുദ്ദീൻ അലി ടെലിഫോൺ ലൈനിൽ. ശ്രീ ഫക്രുദ്ദീൻ അലി, കേരളം ഒരു ബഹുസ്വര സമൂഹമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇടകലർന്ന് അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന ഡിവൈഡൊക്കെ കേരളത്തിൽ അത്ര കാര്യമായിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മുടെ ഒന്നും സാമൂഹ്യ ജീവിതത്തെ അത് അത്ര കഠിനമായി ബാധിച്ചിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് ഒരു സമൂഹമായി ഈ ഒരേ സാമൂഹിക ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നത്. മതം മാറ്റം പോലെയുള്ളവ, അതിൻ്റെ പേരിൽ അച്ഛൻ അമ്മ മറ്റു ബന്ധുക്കൾ കണ്ണീരൊഴുക്കുക, അവരെ തള്ളിക്കളഞ്ഞ് മക്കൾ ഇറങ്ങിപ്പോവുക, അവർ ഭീകരവാദത്തിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ സമൂഹത്തെ ഇതെങ്ങനെ ബാധിക്കും? സമൂഹത്തെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു സമന്വയ സംസ്കാരത്തിന്റെ മതേതര സംസ്കാരത്തിൻ്റെതായിട്ടുള്ള അടിത്തറ അങ്ങോട്ടില്ലാതെ ഉത്തരേന്ത്യ പോലെയുള്ള ഹിന്ദു കോളനികളും മുസ്ലിം കോളനികളായിട്ട്, ഹിന്ദു സ്കൂളുകളും മുസ്ലിം സ്കൂളുകളായിട്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട്, നമ്മൾ മലയാളികളും ഇന്ത്യക്കാരല്ല, ആ രീതി നമ്മൾ മാറ്റപ്പെടും. ഇതിന് മുമ്പും വലിയ സ്കോപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ 21 കലാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ആ ഒരു കാലഘട്ടം എന്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ എനിക്കറിയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം കുട്ടികൾക്കല്ല, ഇപ്പൊ ഇസ്ലാമിന്റെ ചിട്ടയായ ജീവിതത്തോടൊക്കെ തന്നെ ഇപ്പൊ ഹിന്ദു സമുദായം നമ്മുടെ രാഹുൽ പറഞ്ഞ പോലെ വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ക്ഷേത്രത്തിൽ പോയാലും പ്രശ്നമില്ല, പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ദൈവത്തെ വിശ്വസിച്ചാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെയുള്ളൊരു ഒരു മതമാണ്. അപ്പൊ അങ്ങനെയുള്ള രക്തക്കൂടുതൽ വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഇസ്ലാമിന്റെ ചിട്ടയായ ജീവിതത്തിലൊക്കെ താല്പര്യം തോന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ വാപ്പാനോടൊക്കെ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ വാപ്പ പറയും, ആദ്യം നിങ്ങളുടെ മതത്തെ കൃത്യമായി പഠിക്കുക. എന്റെ പല സുഹൃത്തുക്കളും ഹിന്ദുസ് ആയിരുന്നു. അപ്പൊ ഇവരിങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് വാപ്പ പറയും അത് കൃത്യമായി പഠിക്കുക, ഇത് രണ്ടും പഠിച്ചിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരൂ. ആ സമയത്ത് ഞാൻ പറയാം ഇതിൽ ഏതാ നല്ല വന്നു. പിന്നെ ഒരിക്കലും ഇവര് വന്നിട്ടില്ല. അപ്പൊ എന്റെ വാപ്പാന്റെ ആ സ്വഭാവമുള്ള ആളുകളായ പഴയ തലമുറപ്പെട്ട ആളുകൾ അവരാരും തന്നെ മുസ്ലിം ഹാജിമാരെന്ന് ആരെയും കൺവേർട്ട് ചെയ്യാമെന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാഹുൽ നേരത്തെ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരു വിഭാഗം വന്നിട്ടുണ്ട്. അവർക്ക് ഇസ്ലാമിലാണെങ്കിൽ അവർക്ക് മുസ്ലിംസിന്റെ ഇടയിൽ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സിലൂടെ SDPI പോലുള്ള സാധനങ്ങൾക്ക് അവരുടെ സ്പേസ് ഉണ്ടാകാം. അതിനവർ ഏറ്റവും നല്ല വഴിയായി കണ്ടത് മതമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തീപിടിക്കും. മുസ്ലിം ലീഗിന് ഒരു പരിധി കൂടുതൽ ഇതിനെതിരെ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഫിറോസൊക്കെ കൃത്യമായി പറഞ്ഞു അഖില ഹാദിയയുടെ വിഷയം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ പ്രശ്നമാണ് കൃത്യമായ നിലപാട് ലീഗ് എടുത്തോടുകൂടി അവരിപ്പോ വെട്ടിലായിരിക്കാണ്. അപ്പൊ തന്നെ ഹൈന്ദവ സമുദായത്തിലാണെങ്കിൽ ഈ വളരെ സെക്യുലറായി നിൽക്കുന്ന സമുദായം എങ്ങനെ നോക്കിയിട്ട് പിന്നെ വിശുദ്ധ പരിഷത്തിൽ ആസത്തിനൊന്നും ഉത്തരേന്ത്യൻ ടൈപ്പ് രാഷ്ട്രീയം ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഹൈന്ദവ സമുദായത്തിലെ പെൺകുട്ടികൾ ഈ രീതി ഒരു ഒറ്റ ദിവസം കൊണ്ട് കൺവേർട്ട് ചെയ്ത് ഇസ്ലാമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിൽ ഈ പറയുന്ന പിന്നെ യുവാക്കൾ മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ അവര് ആരും വയ്ക്കാൻ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇത് മുസ്ലിം സമുദായത്തെ പറ്റി വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഇവരൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ധ്രുവീകരണത്തിൽ നമ്മുടെ നാടിന് നയിക്കുകയും നമ്മുടെ നാടിന്റെ ഒരു അതേതര സ്വഭാവത ഇല്ലാതാക്കുകയും ചെയ്യും. അതൊരു വളരെ അപകടകരമായ കാര്യമാണ്. ഷിറ്റി മുഹമ്മദ് വേളം, അതൊരു വലിയ പ്രശ്നമല്ലേ? സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഇവിടെ ആതിര, അഖില, നിമിഷ, അപർണ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഉള്ള പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് മാറിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷേ അതിനപ്പുറത്ത് മതം മാറ്റാനുള്ള ഒരു അപ്പാരറ്റസ് പ്രവർത്തിക്കുമ്പോഴുള്ള പ്രശ്നം, ഇവയൊക്കെ വലിയ പൊതു ചർച്ചകളും ഇവരുടെയൊക്കെ രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളുമായി മാറുകയും അത് നമ്മുടെ മുഖ്യ വ്യവഹാരമായി തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ മാറുന്ന അവസ്ഥ ഉണ്ട്. അത് വലിയ ധ്രുവീകരണമല്ലേ ഉണ്ടാക്കുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സമുദായങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന, പാരസ്പര്യത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ആ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക, പാൽപ്പായസത്തിൽ വിഷം കലർത്തുന്നത് പോലെയുള്ള ഏർപ്പാടല്ലേ അത്? ഈ ചർച്ച കേട്ടാൽ തോന്നുക ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി മതം മാറ്റങ്ങൾ നടക്കുകയാണ് എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രം തന്നെ മതം മാറ്റങ്ങളുടെ ചരിത്രമാണ്. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു ഇത്ര മുസ്ലിങ്ങളുണ്ട്, ഇത്ര ക്രിസ്ത്യാനികളുണ്ട്, ഇത്ര ബുദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, ഹിന്ദുക്കളുടെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴുണ്ടായതാണ്. 1400 വർഷമേ ആയിട്ടുള്ളൂ ഇസ്ലാം ഇന്ന് മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇസ്ലാം പ്രാക്ടീസിന്. 2000 വർഷമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ക്രിസ്തു മതത്തിന് ചരിത്രം അവർ തന്നെ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ തുടർന്ന്. അപ്പോൾ ഇതൊക്കെ ഇവിടത്തേക്ക് വരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഈ മതങ്ങൾ ഇന്ത്യയിൽ ഉത്ഭവിച്ച മതങ്ങളല്ല. അതിലേക്ക് ഈ രാജ്യത്ത് നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും കൺവെർട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടാകുന്നത്. അംബേദ്കർ ഹിന്ദുമതത്തിന് അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സവർണ സംസ്കാരത്തിനെതിരായ വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1930കളിൽ തൻ്റെ 1 ലക്ഷത്തിൽ പരം വരുന്ന അനുയായികളെയും കൂട്ടി ഹിന്ദുമതം ഉപേക്ഷിച്ചുകൊണ്ട് ബുദ്ധമതം സ്വീകരിക്കുന്നു. ഇങ്ങനെ മതം മാറ്റങ്ങളിലൂടെ വളർന്ന് വികസിച്ച ഒരു സമൂഹമാണ് നമ്മൾ.
ചരിത്രത്തിന്റെ ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ മാത്രം എങ്ങനെയാണ് മതം മാറ്റം എന്ന് പറയുന്നത് അപകടകരമായൊരു കാര്യമാണ്, അത് കമ്മ്യൂണൽ ഹാർമണിയെ തകർക്കുന്ന ഒന്നാണ് എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ആ മട്ടിലാണ് കാര്യങ്ങൾ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ ഈ സൂചിപ്പിച്ച സംഭവങ്ങൾ ഈ ആതിരയും ഒക്കെ നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിയെ ബാധിച്ചിട്ടില്ലേ? ടി മുഹമ്മദ് വേളം, നോക്കൂ, ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്ന, ഒരു ബെഞ്ചിലിരിക്കുന്ന, ഒരു ഹോസ്റ്റൽ റൂമിൽ താമസിക്കുന്ന, ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്ന, ഒരുമിച്ച് സിനിമ കാണുന്ന ആളുകളാണ്. നമ്മുടെ പല സമൂഹങ്ങളിലും അങ്ങനെയല്ല, കേരളത്തിൽ പക്ഷേ അങ്ങനെയാണ്. കാസർഗോഡ് വിട്ടാൽ തന്നെ രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നടക്കുക എന്നുള്ളത് പ്രശ്നമായി മാറുന്നു. അതും ഇവിടെ ആ മട്ടിലുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മട്ടിലല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നവർ തന്നെയാണ് നേരത്തെയും ഇവിടെ മതം മാറിയിട്ടുള്ളത്. കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ ജീവിച്ചിരുന്ന മുക്കുവന്മാരായിരുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തത്. അവർ കൺവെർട്ട് ചെയ്യുന്നതിന് മുമ്പും സാമൂതിരിയുടെ നല്ല പ്രജകളാണ്, കൺവെർട്ട് ചെയ്തതിന് ശേഷവും സാമൂതിരിയുടെ നല്ല പ്രജകളാണ്. അതൊരു പ്രശ്നമായി അന്ന് അനുഭവപ്പെട്ടിരുന്നില്ല. ഇന്നത് പ്രശ്നമായി അനുഭവപ്പെടുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് എന്നതല്ലേ യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടേണ്ടത്. ഇവിടെ തെർബിയത്തുൽ ഇസ്ലാം സഭ അല്ലെങ്കിൽ മഊനത്തുൽ ഇസ്ലാം സഭ പോലുള്ള മതം മാറ്റത്തിന് അതിന്റെ അതോറിറ്റികളെ കുറിച്ച് NIA അടക്കമുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ ആർഷവിദ്യാ സമാജം എന്ന് പറയുന്ന ഇപ്പോൾ ആതിരയെ തിരിച്ച് കൺവെർട്ട് ചെയ്തിരിക്കുന്ന ഏജൻസിയെ കുറിച്ച് അത് ഒരു സ്വാഭാവികതയാണ്. അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ അതൊരു പ്രശ്നമല്ല എന്ന് വരുന്നതിന്റെ പൊളിറ്റിക്സ് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതാണ് താങ്കൾ ഉന്നയിക്കുന്ന പ്രശ്നം. ആതിര ഈ ആർഷവിദ്യാ സമാജത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ അവിടെ ആതിരയുണ്ട്, അവിടെ ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? മതം മാറ്റപ്പെട്ട ആളുകളാണോ അവിടുത്തെ അന്തേവാസികൾ? എനിക്ക് ആ സംഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. എന്താണ് ഈ ആർഷവിദ്യാ സംഭവം? ഈ ആർഷവിദ്യാ സമാജം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മത താരതമ്യ പഠനമാണ് നടത്തുന്നത്. അതായത് വേറെ ഏത് സ്ഥാപനം ആയാൽ കൂടി അതിന്റെ മതം മാത്രം തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളെ കുറിച്ചുള്ള താരതമ്യ പഠനമാണ് നടത്തുന്നത്. അത് നമ്മൾ യുക്തിപൂർവ്വം എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ചുകൊണ്ട് ഏതാണോ നമ്മൾ സത്യമായിട്ട് തോന്നുന്നത്, അതായത് യുക്തിപൂർവ്വം ഏത് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഏതാണോ ആ സത്യം മാത്രം. അല്ല, അങ്ങനെ എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാ മതത്തിന്റെയും ടെക്സ്റ്റുകളെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാ മതങ്ങളുടെയും കീഴ്വഴക്കങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള സംവിധാനമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനാണോ ആ സ്ഥാപനം പഠിപ്പിക്കുന്നത്? എല്ലാ മതങ്ങളെയും കുറിച്ച് അതിന്റെ ആധികാരികമായി അതിനെ പഠിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇവിടെയുള്ളത്. എല്ലാ മതത്തെ കുറിച്ച് പഠിച്ചിട്ട് ഏതാണോ സത്യം, ഏതാണോ ശരി, അത് നമ്മൾ തിരഞ്ഞെടുക്കുക. ശരി, അങ്ങനെയാണ് ആതിര പറയുന്നത്. വിശ്വസിക്കാനോ ഒന്നും തന്നെ നിർബന്ധിക്കുന്നില്ല എന്നല്ലേ? ശരി, ശ്രീ ഭാർഗവറാം, സെമറ്റിക് മതങ്ങളുടെ ഒരു ചട്ടക്കൂടല്ല ഹിന്ദു മതത്തെ സംബന്ധിച്ചുള്ളത്. അത് നേരത്തെ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ അയഞ്ഞ ഘടനയുള്ള ഒരു സംസ്കാരമാണ്. അതിൽ വിശ്വസിക്കുന്നവർ, പല അളവുകോലിലുള്ള വിശ്വാസമുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അതിനെ ഇങ്ങനെ ഒരു ഒറ്റ ചട്ടക്കൂടിലേക്കാക്കി സെമറ്റിക് വൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും ഒരാൾ ഹിന്ദു മതവിശ്വാസിയായിരുന്ന ഒരാൾ ഇസ്ലാം മതമോ ക്രിസ്ത്യൻ മതമോ സ്വീകരിച്ചതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുന്നവരെയൊക്കെ തിരിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് സനാതന ധർമ്മം പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ കൊണ്ട് വല്ല പ്രസക്തിയുമുണ്ടോ? അല്ല അഭിലാഷ് ജി, ഈ ചോദിക്കുന്നതിൽ ഒരു പ്രസക്തി ഉണ്ടോന്നാണ് എനിക്ക് സംശയം. കാരണം ഇത് സെമിറ്റിക് മതങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിൽ ഹിന്ദുധർമ്മത്തെ കാണേണ്ടതില്ല. പക്ഷെ ഹിന്ദുധർമ്മത്തിന് കൃത്യമായിട്ടുള്ള അതിന്റെ ഓരോ സെക്ടുകളിലും വ്യത്യസ്തമായിട്ടുള്ള ഘടനയും ആചരണ പദ്ധതികളും രീതികളും ഇല്ല എന്ന് നിഷേധിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ശൈലിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ആചരണ പദ്ധതികൾ, എല്ലാ രീതികളും ഹിന്ദുധർമ്മത്തിനുണ്ട്. അത് അനുശീലിക്കാനുള്ള ഒരു ക്രമീകരണം നമുക്ക് വൈദേശികമായിട്ടുള്ള ഭരണത്തിന്റെ കൃത്യമായിട്ട് പറഞ്ഞ പോർച്ചുഗീസുകാർക്ക് ശേഷം നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. ഈ കാര്യം ഒരുപാട് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും വലിയ ഒരു വിഷയമേ അല്ല. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ കാര്യങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ആചാര്യന്മാര്, ചട്ടമ്പി സ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനും അടക്കമുള്ള ആൾക്കാർ കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മറുപടി പറയാനുള്ള ഒരു സാവകാശം എനിക്ക് തരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു വെറും മതമാറ്റത്തിന്റെ പ്രശ്നം. രണ്ടാമത് അതിന്റെ മേലെ വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം, രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് എന്ന് പറയുന്ന ആശയം മാത്രമായിട്ട് അതിന് ചുരുക്കി കാണരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.
ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ? കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഇസ്ലാമിനോ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾക്കോ സ്വാധീനം ഉറപ്പിക്കാനുള്ള കളിയാണോ ഇത്? അല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതാണോ? ഇതല്ല സത്യത്തിൽ. ഈ വിഷയം കൃത്യമായിട്ടും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് രാഷ്ട്രത്തിൽ നിന്ന് തന്നെ ആൾക്കാരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢാലോചന തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടതാണ്. തടിയന്റെ അവിടെ നസീറിനെ സിം കാർഡ് കൊണ്ട് കൊടുക്കുന്നത് ദീപ ചെറിയാൻ എന്ന് പറയുന്ന കുട്ടിയാണ്. ഇത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നോക്കിയാൽ മനസ്സിലാവും. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ A to Z ഒന്നാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ലവ് ജിഹാദിന്റെ ഭാഗമായിട്ടുള്ള പ്രണയിക്കാൻ ഒരാളില്ല എന്നുള്ളത് ചില കാര്യങ്ങൾ ശരിയാകുമ്പോൾ ചിലയിൽ പ്രണയിക്കാനുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരേ വിങ്ങാണ്, ഒരേ ആൾക്കാരാണ് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 100 കണക്കിന് കേസുകൾ വേണമെങ്കിൽ ഞാൻ തരാം. ഇതൊക്കെ പരിശോധിച്ചാൽ ആ കേസ് സ്റ്റഡികളിലൂടെ മനസ്സിലാവുന്ന കാര്യം കേരളത്തിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനകൾ, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ്. മതം മാറ്റമല്ല വിഷയം. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം വളരെ ശക്തമായിട്ടുണ്ട്. രാഷ്ട്രത്തിൽ നിന്ന് തന്നെ കണ്ണികളെ പിടിച്ചെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ ഫണ്ടിങ് ഏജൻസികളുണ്ട്. സത്യസരണി എന്തുകൊണ്ടാണ് ഉണ്ടാത്തത്? മൗനത്തിൽ ഇസ്ലാം അസോസിയേഷനെ കുറിച്ചും അതുപോലെ തന്നെ തർബിയത്തുൽ ഇസ്ലാം സഭയെ കുറിച്ചും പറയുന്ന ആൾക്കാർ സത്യസരണയെ കുറിച്ചും ഉണ്ടെന്നല്ലോ. ഈ 2 സ്ഥാപനങ്ങൾ മാത്രമല്ല, അനധികൃതമായിട്ട് നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്ത് മുജാഹിദ് സെന്ററിലെ മുജാഹിദ് ഗ്രൂപ്പുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് താങ്കളുടെ ആവശ്യം. അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ്, നോക്കൂ, ഈ വിവിധ സംഘടനകൾ, മതം മാറ്റ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ എന്ത് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന, ഒരു സ്ക്രൂട്ടിനി ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ ഒരു മുസ്ലിം പണ്ഡിതന്റെ പ്രഭാഷണ ശകലം കേൾക്കാനിടയായി. സിംസാറുൽ ഹഖ് ഹുദവി, അദ്ദേഹം ഒരു മുറിയിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ആളുകൾ ഇടകലർന്ന് താമസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവർ പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, അവർ കറി വെച്ച ചിക്കൻ കഴിക്കുന്നത് ഹലാലാണെന്ന് വിശ്വസിച്ച് എങ്ങനെ കഴിക്കും? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതര മതസ്ഥരുടെ കൂടെ കഴിയാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നത്, അങ്ങനെ 10-15 വർഷം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അവരെ ഇസ്ലാമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള മതവിശ്വാസികളാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാനൊരു പ്രസംഗം മാത്രമേ ഉദാഹരിക്കുന്നുള്ളൂ. ഈ മട്ടിൽ നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തെ ആകെ തകർക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിയുടെ ചുമതല, അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മതത്തിന് ആളെ കൂട്ടലാണ് എന്ന മട്ടിലുള്ള മതാധ്യാപനവും മറ്റും ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ഉണ്ടാവുക? നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക സാമുദായിക സൗഹാർദ്ദത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഉണ്ടാവുക. താങ്കള് പേര് സൂചിപ്പിച്ച സിംസാറുൽ ഹഖ് ഹുദവി എന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരില് വിഡ്ഢിയായിട്ടുള്ള മനുഷ്യനാണ്. വിഡ്ഢിയായിട്ടുള്ള മനുഷ്യൻ എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക വിദ്യാഭ്യാസവും ആത്മവിദ്യാഭ്യാസത്തെയും സംബന്ധിച്ചല്ല. അദ്ദേഹം ഇതിനു മുമ്പ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് മുസ്ലിം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് മുസ്ലിം ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റുകളെ തന്നെ പോയി കാണണം. അതിന് സാധ്യമല്ലെങ്കിൽ മുസ്ലിം മെയിൽ ഗൈനക്കോളജിസ്റ്റുകളെ കാണണം. അതിനും സാധ്യമല്ലെങ്കിൽ മാത്രം, അങ്ങനെ അവൈലബിൾ അല്ലാത്തൊരു വിഷയം വന്നാൽ മാത്രമേ അമുസ്ലിങ്ങളായിട്ടുള്ള ഒരു ഗൈനക്കോളജിനെ പോയി കാണാവൂ എന്ന് പ്രസംഗിച്ച, മൈക്ക് കെട്ടി പ്രസംഗിച്ച വിഡ്ഢിയായിട്ടുള്ള ഒരു പുരോഹിതനാണ് സിംസാറിലൊക്കെ ഉദവി. അദ്ദേഹത്തെ വിടൂ. അഭിലാഷ് ഇത്രയും നേരം മറ്റുള്ള ആളുകളും ഈ പാനലിലുള്ള മറ്റു അതിഥികളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഒരു നിയമ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നുള്ളത് നമ്മൾ ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ അക്കാദമിക് സംവാദങ്ങളിലോ നമ്മൾ ആലങ്കാരികമായി പറയുന്നതാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളെയും പിന്നെ പോഷിപ്പിക്കുന്ന, ഒരു മതത്തെയും പിണക്കാൻ ശേഷിയില്ലാത്ത വോട്ട് ബാങ്കുകളെ, മതാധിഷ്ഠിതമായിട്ടുള്ള വോട്ട് ബാങ്കുകളെ താലോലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് മാത്രമല്ല, മതപ്രചാരണത്തിന് ഇന്ത്യൻ ഭരണഘടന അനുവാദം കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഹിന്ദു ഹെൽപ്പ് ലൈൻ പോലുള്ള SDP പോലുള്ള വർഗീയ സംഘടനകൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വോട്ട് ബാങ്കിനെ വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് മതത്തെ ദുരുപയോഗം ചെയ്യുന്ന വളരെ ദയനീയമായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തേണ്ടുന്ന അവസ്ഥ, ആ ഒരു നിസ്സഹായമായ ഘട്ടം നമ്മൾ ഇപ്പോൾ അതിന്റെ എല്ലാ തരത്തിലുള്ള കെടുതികളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ രൂപത്തിലുള്ള വർഗീയപരമായിട്ട് ആളുകളെ, സമുദായങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള ചേരികളിലേക്ക്, ഇടുങ്ങിയ മനസ്സുകളിലേക്കും ഇടുങ്ങിയ ചിന്തകളിലേക്കും എത്തിക്കുന്ന രൂപത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ പോലും വിധേയമാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ രാഷ്ട്രീയാധിഷ്ഠിതമായിട്ടുള്ള സംഘടനകൾ അത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള പ്രണയബന്ധങ്ങളെ, മിശ്രവിവാഹങ്ങളെ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന, ലവ് ജിഹാദ് പോലുള്ള
രാഷ്ട്രീയ അശ്ലീല സംജ്ഞകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് മനുഷ്യര് ഒരുമിച്ച് നടക്കുന്നതോ സിനിമ കാണുന്നതോ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പോലും സംശയദൃഷ്ടിയോടുകൂടി നോക്കേണ്ടി വരുന്ന ഒരു അനാരോഗ്യകരമായിട്ടൊരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് ഈ പറയുന്ന പ്രവണതകൾ മാറ്റിക്കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് തന്നെ മതപ്രചാരണത്തിന് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന നമ്മുടെ ഭരണഘടനാ അവകാശത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിനെ വിരോധിക്കുന്ന അതിനെതിരെ നിയമപരമായിട്ട് നടപടിയെടുക്കുന്ന രൂപത്തിലേക്ക് നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ പോകേണ്ടതുണ്ട്. അത്തരം ഘട്ടത്തിൽ മാത്രമാണ് ഹിന്ദു ഹെൽപ്പ് ലൈനിനെ പോലെ SDP പോലുള്ള സംഘടനകളെ നിലക്ക് നിർത്താൻ, അതല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിന് വിഘാതമാവുന്ന രൂപത്തിലേക്ക് ഈ സംഘടനകൾ വളരുകയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് പോകുന്നതിനെ തടയിടാൻ വേണ്ടി നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് മിതമായി സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അഡ്വക്കേറ്റ് ജഹാംഗീർ പറഞ്ഞ ആശങ്ക തന്നെയാണ് ഞാനും നേരത്തെ പങ്കുവച്ചത്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് സിനിമ കാണാനും ഒരുമിച്ച് സൗഹൃദം പങ്കിടാനും ഒരുമിച്ച് ഷോപ്പിംഗ് നടത്താനും ഹിന്ദുവിനും മുസ്ലിമിനും പരസ്പരം പ്രണയിക്കാനും കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് കേരളം പെട്ടെന്ന് തന്നെ ചെന്നെത്തുന്നുണ്ടോ? നമ്മൾ കാലങ്ങളായി നവോത്ഥാനം ഉണ്ടാകുന്നു, അതിനുശേഷം കേരളം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ മതപരമായ ജാതീയമായ വേർതിരിവുകളൊക്കെ ക്രമേണ കുറയും എന്നാണ് കരുതുന്നതെങ്കിൽ അങ്ങേയറ്റം പിന്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ? ഒന്ന് അഭിലാഷ്, നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചാണ് പ്രശ്നം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എത്ര കാലം സജീവമായിരുന്നോ അത്ര കാലത്തോളം മതസംഘടനകൾ അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന എക്സ്ട്രീമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അത് വേറെ ഡിബേറ്റ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ നമ്മളിപ്പം കാണാൻ പോകുന്ന കാര്യം, നമുക്ക് മലബാറിലൊക്കെ, സൗത്തിൽ ഞാൻ എത്രത്തോളം കണ്ടില്ല, മലബാറിലൊക്കെ നമുക്കൊരു പ്രത്യേകത നമുക്കറിയാം. എന്റെ അടുത്ത സുഹൃത്തുക്കൾ മൊത്തം ഹിന്ദുസ് ആയിരുന്നു. മുസ്ലിം ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആരും ആ സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്റെ പെങ്ങളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹിന്ദു പെൺകുട്ടികളായിരുന്നു. പക്ഷേ ഇപ്പം ഇടക്കാലത്ത് മുസ്ലിം ചെറുപ്പക്കാരും ഹിന്ദു പെൺകുട്ടികളും തമ്മിൽ ഒരുമിച്ചിരുന്ന ചില ആളുകളൊക്കെ നോട്ട് ചെയ്യുന്ന പ്രശ്നം വന്നു. പക്ഷെ ഇപ്പം പുതിയ വിഷയത്തോട് കൂടിയിട്ട് ഇപ്പം ആതിരയുടെ വിഷയത്തോട് വരാൻ പോകുന്നത് എന്താ സംഭവിച്ചാൽ, മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികൾ ഒരുമിച്ച് നിന്നാൽ അത് വേറെ തരത്തിലുള്ള കൻവാസിംഗിലാക്കി മതപരിവർത്തനത്തിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് പൂർണ്ണമായും മുസ്ലിം കമ്മ്യൂണിറ്റി അകലം പാലിക്കാൻ മറ്റു സമുദായങ്ങൾ ശ്രമിക്കും. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായി ഒറ്റപ്പെടും. അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ട് രക്ഷകരായിട്ട് വരാനാണ് SDPI പോലെയുള്ള വർഗീയ തീവ്രവാദികൾ ശ്രമിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. പിന്നെ ഈ ദുരന്തം കാണുമ്പോൾ തന്നെ നമ്മൾ സ്വാമിജി പറഞ്ഞ നേരത്തെ ഒരു ദേശദ്രോഹമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നത്. സ്വാമിജി പറഞ്ഞ പോലെ ഈ പറയുന്ന ചില ആളുകൾ ഇപ്പൊ IS-ലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. പക്ഷെ അതിന്റെ പുറത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദു പെൺകുട്ടിയും കൂടി സംസാരിച്ചാൽ പോലും അത് ലവ് ജിഹാദായി വ്യാഖ്യാനിക്കപ്പെടുകയും നല്ല പ്രണയങ്ങളെ പോലും ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ഈ ഹിന്ദു ഹെൽപ്പ് ലൈനെ പറ്റി മാതൃഭൂമിയിൽ 3-4 വർഷം മുമ്പ് വന്ന ന്യൂസ് ഉണ്ട്. അവർ കോബ പോസ്റ്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി അടിസ്ഥാനപ്പെടുത്തി ചെയ്തതാണ്. അതിന് ഈ പ്രണയ ബന്ധങ്ങൾ ശക്തമായ മരുന്ന് കൊടുത്തുകൊണ്ട് ബോധം നശിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരിക, മതത്തിലേക്ക് തിരിച്ചു അല്ലെങ്കിൽ കുടുംബത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന സംവിധാനത്തെ പറ്റി പറയുന്നത്. ഇത് അങ്ങേറ്റം മനുഷ്യത്വഹീനമാണ്. ഇത്തരം കാര്യങ്ങൾ എതിർക്കുമ്പോഴും സ്വാമിജി പറഞ്ഞിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനം ഞങ്ങൾ എല്ലാവരും ഒരേ സമയം എതിർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടെ മക്ക മസ്ജിദ് പോലെയുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള പൻസാരെ പോലെയുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നിലൊന്നും RSS എന്നല്ല ഞാൻ പറയുന്നത്, ഹിന്ദുത്വവാദികളാണ്. അത്തരമുള്ള ഫ്രഞ്ച് എലമെന്റ് കൂടി ഉണ്ട്. ആരാണ് ഇവരെ പിടിക്കുക? അവരെ ഈ പറയുന്ന പോലെ IS തന്നെയാണോ ഫിനാൻസ് ചെയ്യുന്നത്? ഇത് ഈ സ്വാമിജി അങ്ങനെ പറയുമ്പോൾ ഇത്തരം ചർച്ചകൾ കൂടി നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ദേശദ്രോഹം എല്ലാ അതിരുകളും ലംഘിച്ച് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, കേരളത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനും പരസ്പരം പ്രണയിക്കാൻ പാടില്ലേ, വിവാഹം കഴിക്കാൻ പാടില്ലേ, ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലേ? ആത്യന്തികമായി ഈ ഡിബേറ്റ് എവിടേക്കാണ് ഈ കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കുക? അല്ല, വളരെ മോശമായ ഒരു സ്പേസിലേക്കാണ്. ഞാനൊരു കാര്യം പറയാം, പക്ഷെ അഭിലാഷ് ഓർമ്മയാണ്, എന്റെ കൂടെ ശ്രീ G സുധാകരൻ സാറിനെതിരെ ഒരു പൂജാ പ്രതിഷേധം നടത്താമെന്ന വ്യക്തിയുടെ പേര് സലീൽ ഹുസൈൻ എന്നാണ്. സലീൽ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ബ്രാഹ്മണ കുട്ടിയാണ്. ഇന്നാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ വിവാഹം തടയാൻ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. ഞാൻ ഇന്ന് പോലും എറണാകുളത്ത് താമസിക്കുന്നത് ഞാനും നാഷ്ഖാനും എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ്. നമ്മുടെ ഇടയിലുള്ള സൗഹൃദങ്ങളെ ഇല്ലാതാക്കാനും സമുദായങ്ങളെ അകറ്റാനുമാണ് ഈ രണ്ട് സമുദായത്തിലെ തീവ്ര സർക്കാരും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് എന്റെ സമുദായത്തിലെ ആൾക്കാരുടെ ചീത്ത കേട്ടുകൊണ്ടാണെങ്കിലും അഖില ഹാദിയുടെ വിഷയത്തിൽ ഇടപെട്ടത്. അവിടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പോയി ഞാൻ പരാതി കൊടുത്തു, വുമൻസ് കമ്മീഷനിൽ പോയി പരാതി കൊടുത്തു. ജോസഫൈൻ നേരത്തോട് ഇന്നുകൂടെ സംസാരിച്ചിരുന്നു. അതായത് അഖില ഹാദി ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. എക്സ്ട്രീം
എക്സ്ട്രീം പൊസിഷൻസ് ആണ് ഇവിടെ പ്രശ്നം, തീവ്ര നിലപാടുകളാണ് പ്രശ്നം. കുറച്ചു മുമ്പ് PC ജോർജ് സാറിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു 2-handed അപ്രോച്ച് ഉണ്ടാകണം. അതായത് ഒരു വശത്ത് നിർബന്ധിത മതപരിവർത്തനങ്ങൾ തടയണം, എന്നാൽ മറുവശത്ത് ഒരു ജസ്റ്റിസ് എല്ലാവർക്കും വേണം എന്നുള്ള സമീപനം വേണം. മാത്രമല്ല, ഏതൊരു ഇന്ത്യക്കാരന്റെ ഉത്തരവാദിത്തം, നമ്മൾ ഒരു കൈകൊണ്ട് ഇന്ത്യയെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇപ്പോ ശ്രീ രാഹുൽ താങ്കൾ സൂചിപ്പിച്ച ആ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ ഈ അഖില ഹാദിയ എന്ന പെൺകുട്ടി അവർ മാനസികമായി തന്നെ വലിയ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളടക്കമുള്ള ആളുകൾ അവിടെ ചെന്നപ്പോൾ ഏത് തരത്തിലാണ് അവർ പ്രതികരിച്ചതെന്ന് കണ്ടല്ലോ. അങ്ങേയറ്റം മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന, വിക്ഷുബ്ധത അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ തടവിലിട്ടത് മാതിരി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ആതിരയ്ക്ക് കൊടുത്തിട്ടുള്ള അവകാശമുണ്ടല്ലോ, തീരുമാനിക്കാനുള്ള അവകാശം, അത് ഹാദിയയ്ക്കും കൊടുക്കണ്ടേ? അഖില ഹാദിയയുടെ വിഷയം വളരെ സങ്കീർണമാണ്. അഖില ഹാദിയയുടെ അച്ഛന്റെ, അമ്മയുടെ, അഖില ഹാദിയയുടെ നിലപാടുകൾ നമ്മൾ കേൾക്കണം. ഈ 3 പേർക്കും ഒരു പേഷ്യന്റ് ഹിയറിംഗ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഹ്യൂമൻ റൈറ്റ്സിലും ഒരു വരി കൂടി വനിതാ കമ്മീഷനും പോയത്. ഞാൻ ശ്രീ മുനവറി തങ്ങളോട് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഡീപോസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അവിടെയും ഡീപോസ് ചെയ്യും. എക്സ്ട്രീം നിലപാടുകൾ വേണ്ട, ഇസ്ലാമിക് സ്റ്റേറ്റും വേണ്ട, ഹിന്ദു പാകിസ്ഥാനും വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം 2 സമുദായത്തിലെ ആൾക്കാരും കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്കാരെ ജീവിക്കാൻ കഴിയൂ. ശരി ശ്രീ ടി മുഹമ്മദ് വേളം, അവസാനമായി ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്ത് എന്നുള്ളതായിരുന്നു നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ഡിബേറ്റുകൾ വരുന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. ഇവിടെ നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ അലി സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായം അന്യവൽക്കരിക്കപ്പെടാൻ അത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചുരുങ്ങാൻ ഇടയാക്കില്ലേ? നമ്മുടെ സമൂഹം, കേരളത്തിലെ മാപ്പിള സംസ്കാരം എന്നുള്ളത് ഈ നാടിൻ്റെ ബഹുസ്വരതയുടെ ഭാഗമായിരുന്നു. അതിനെ ഏകശിരാത്മകമായി ഉള്ളിലേക്ക് ചുരുങ്ങുന്ന ഒരു സംവിധാനമാക്കി മാറ്റേണ്ടതുണ്ടോ? രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മുസ്ലിം സമൂഹം എല്ലാവരുമായും ഇടപഴകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം മതത്തിലേക്കുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നത്. മുസ്ലിം സമൂഹം അവരിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സമൂഹമാണെങ്കിൽ ഒരിക്കലും മതപരിവർത്തനങ്ങൾ സംഭവിക്കുകയില്ല. ലോകത്ത് ജൂത സമൂഹം വംശീയ സമൂഹമാണ്. അവരനുഭവിച്ച എല്ലാ ഒറ്റപ്പെടലുകൾക്കും കാരണം അവർ വംശീയ സമൂഹമായി നിലനിന്നു എന്നതാണ്. ഒരു മതത്തെയും സംസ്കാരത്തെയും മനുഷ്യരാശിക്ക് മുമ്പിൽ തുറന്നു വെക്കുക എന്നത് അവർ ഒറ്റപ്പെടുന്നതിന് കാരണമാകുന്നതല്ല, മറിച്ച് അവർക്ക് മനുഷ്യരുമായി ബന്ധപ്പെടാനും ഇടപഴകാനും എല്ലാമുള്ള വലിയ സാധ്യതയാണത്. മതപരിവർത്തനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വംശീയതയെ ബ്രേക്ക് ചെയ്യുന്ന ഒന്നാണ്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ വംശീയ ബോധങ്ങൾ, വംശമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഉള്ളത് എന്ന ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സന്ദീപ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ജനം TV ഇപ്പോൾ ഈ ഈ പെൺകുട്ടിയുടെ സഹോദരിയുടെ വാർത്താസമ്മേളനം ടെലികാസ്റ്റ് ചെയ്ത ജനം TV തന്നെ അന്ന് വാർത്താസമ്മേളനമായിട്ടല്ലാതെ സന്ദീപിന്റെ തർബിയത്തുൽ ഇസ്ലാം സ്ഥാപനത്തെക്കുറിച്ച് വളരെ മോശമായി പറയുന്ന ഒരു കാര്യം അന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സന്ദീപ് സ്വന്തമായിട്ട് ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഇന്നും അത് ലഭ്യമാണ്. അതിൽ സന്ദീപ് പറയുന്നുണ്ട്, ഒരു ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചിട്ട് ആയുധം കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിച്ചിട്ടുള്ളത്. എനിക്കതിൽ വലിയ കുറ്റബോധമുണ്ട്. ഞാൻ ഇതിൽ യഥാർത്ഥത്തിൽ വളരെ ബോധ്യത്തോടുകൂടി ഇത് സ്വീകരിച്ചതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. താങ്കൾ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി കുമാരി ആതിര ആരെങ്കിലും ഈ സംഭവത്തിൽ ഇസ്ലാം ആകാനോ ഹിന്ദു ആകാനോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഹിന്ദു ആകാൻ ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അത് ഭീഷണി മുഴക്കിയിട്ടൊന്നും, സത്യത്തെ യുക്തിപൂർവ്വം മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഹിന്ദു മതത്തിലേക്ക് ഞാൻ ആരുടെയും നിർബന്ധപ്രകാരമല്ല ഇന്ന് വാർത്താ സമ്മേളനം നടത്തുകയും തുടർന്ന് സംസാരിക്കുകയും ചെയ്തത്. അല്ല, പൂർണ്ണമായും 100% ആതിരയുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ച് സ്വന്തം വിവേകം കൊണ്ട് സംസാരിക്കുന്നതാണിത്, സ്വന്തം ബോധ്യത്തിൽ. അതെ. ഇനി മാറ്റി പറയില്ല. ഇല്ല. വളരെ നന്ദി ആതിര. ശ്രീ ഭാർഗവറാം, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ടി മുഹമ്മദ് വേളം, ശ്രീ ജഹാംഗീർ റസാഖ് പാലേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. കൊൽക്കത്ത ഏകദിനത്തിൽ ഇന്ത്യക്ക് 50 റൺസ് ജയം. ഇന്ത്യ ഉയർത്തിയ 253 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 202 റൺസിന് പുറത്തായി. 3 വിക്കറ്റ് വീഴ്ത്തിയ ഭുവനേശ്വർ കുമാറും കുൽദീപ് യാദവുമാണ് ഓസ്ട്രേലിയയെ തകർത്തത്. മത്സരത്തിൽ ഹാട്രിക് സ്വന്തമാക്കിയ കുൽദീപ് യാദവ് ഏകദിന ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന 3ാമത്തെ ഇന്ത്യൻ താരമായി.
യുവേന്ദ്ര ചാഹലും ഹാർദിക് പാണ്ഡ്യയും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ എന്നിവരുടെ മികവിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിൽ. India win by 50 runs with 6.5 overs left. And how cool is it to be Bhuvneshwar Kumar? എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.